ഹായ്, വെൽക്കം ടു ചാർലീസ് വ്ലോഗ്സ്. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇന്നൊരു ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വ്ളോഗാണ് ചെയ്യാൻ പോണത്. ആക്ച്വലി ഞങ്ങള് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ വ്ളോഗായിട്ട് എടുക്കണമെന്ന് ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൊറേ ഗ്യാപ്പ് വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ്, പ്ലാൻസ് എല്ലാം പ്ലാൻ ആക്കി കഴിഞ്ഞ ശേഷം ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ എന്നൊരു ഐഡിയ വന്നത്. ഇന്ന് എന്റെ മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതായത് ഞങ്ങളുടെ ഗ്രാൻഡ്മയുടെ. അപ്പൊ ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് കേക്ക് വാങ്ങിച്ചുകൊണ്ടുപോയി കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആളവിടെ വിഷമിച്ചിരിക്കുകയാണ്, ആരും ഇല്ലാത്തതിന്റെ ഒരു ഇതില്. അപ്പൊ നമ്മളിവിടെ ഉണ്ടായിട്ട് പോയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പോ ആള് വീട് വരുന്നത് ഞാറക്കൽ വൈപ്പിൻ ഭാഗമാണ്. നമ്മളിവിടെ കാക്കനാടാണ് വരുന്നത്. അപ്പൊ കാക്കനാട് നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഉണ്ട്. നൈസ് വഴിയാണ് പോണ റൂട്ടൊക്കെ. മറ്റേ പാലൊക്കെ അല്ലെ, നല്ല നൈസ് കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ആ വഴിക്കാണ്. അതെ, പിന്നെ വല്ലാർപാടം ചർച്ചൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നൈസായിട്ട് വെയിലുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആകെ കരിഞ്ഞുണങ്ങിയിട്ടാണ് അവിടെ എത്തിയത്. ഹോട്ടലിൽ കണ്ട് ഞങ്ങളെ കണ്ടെങ്കിൽ കാണുമ്പോ മനസ്സിലാവും. ഇതൊക്കെ നല്ല അടിപൊളി, നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. നല്ല വീഡിയോ എടുത്ത് വെച്ചാൽ നമ്മള് സണ്ണിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര വീഡിയോ എടുക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഒരു കേക്ക് വാങ്ങിക്കണം ബേക്കറിന്ന്. അപ്പൊ ഇനി ബേക്കറി തപ്പി പോവാണ് നമ്മള്. അപ്പൊ പോണ വഴികളാണ് ഇതൊക്കെ. മറ്റേ പാലാണ് ഇത്, അപ്പുറത്ത് ഗ്രാൻഡ് ഹയാത്താണ് കാണുന്നത്, ആ സൈഡിൽ കാണുന്നത്. അപ്പൊ നമ്മൾ കേക്ക് മേടിക്കും. നമ്മൾ ശരിക്കും സർപ്രൈസ് ആണ്. എനിക്കും ഇവക്കും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല ഈ ഒരു പ്ലാന്റെ കാര്യം. അപ്പൊ എന്തായാലും ഞെട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോ നമ്മൾ ബേക്കറി അന്വേഷിച്ചുള്ള പ്രയാണം തുടരുകയാണ്. അപ്പോ നമ്മൾ പോണ വഴി ഇവിടെ അടുത്താണ് കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോ നമുക്ക് കാണാം ഇതില്. ഓക്കെ, ഇനിയിപ്പോ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തും, നമ്മുടെ സർപ്രൈസ് പോയിന്റിൽ നമ്മൾ എത്തും. നമുക്ക് അതിന് മുന്നേ കേക്ക് മേടിക്കണമായിരുന്നു. അപ്പൊ ഇവിടെ അടുത്തൊന്നും ബേക്കറി കണ്ടിരുന്നില്ല. അപ്പൊ ബേക്കറി കാണാൻ ടെൻഷനായി. മുന്നേ നോക്കിയില്ല ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ പോയി. ഇവിടെ ഇപ്പൊ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലത്തെ സ്ഥലമാണ്, അത് നമ്മളിനി എത്താൻ പോവുക. പക്ഷെ അവിടേക്ക് നോക്കണം എങ്ങനെയാണ് ബേക്കറിയുടെ ഇത് എന്നൊക്കെ നോക്കണം. നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന കേക്ക് തന്നെ കിട്ടണേ. നമ്മളിപ്പോ ഈ കയറാൻ പോണ ബ്രിഡ്ജിന്റെ ആ സൈഡിലെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്കെ വരുന്നത്. ഇവിടെ നല്ല അടിപൊളി നല്ല വ്യൂ ആണ്. ഇവിടെ വന്ന് നമുക്ക് ഈവനിങ് ഒക്കെ വന്ന് നിൽക്കാം. ആ കാണാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. പിന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാർപാടം ചർച്ചൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നല്ല, ഞങ്ങളൊരു ദിവസം വല്ലാർപാടം പോണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് ഇവിടെ കാണുന്ന റൈറ്റ് കൂടെ പോയാലാണ് ഏകദേശം വല്ലാർപാടം എത്തുക. അതെ, അപ്പൊ നമുക്കിനി കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കാനുണ്ട്. ഈ ഒരു പാലം കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. ഉച്ച സമയം ആയതുകൊണ്ട് എന്തോ കുറച്ച് ട്രാഫിക് കുറവുണ്ടായിരുന്നു. സാധാരണ ഈ ബ്രിഡ്ജിമൊക്കെ ഭയങ്കര തിരക്കുണ്ടാവുന്ന സമയമാണ്. ഈവനിങ് ഒന്നും ആയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അത്രയും ബ്ലോക്ക് ആയിരിക്കും ഇവിടെ. നമ്മളിപ്പോ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. അവള് കേക്കൊക്കെ സെലക്ട് ചെയ്ത് പേര് എഴുതാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ്. മൊബൈലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. നമ്മളവിടെയുള്ള വേറെ സാധനങ്ങളൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി പാക്ക് ചെയ്യാണ്. അങ്ങനെ കേക്കൊക്കെ കിട്ടി നമ്മളത് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മള് കേക്കൊക്കെ വാങ്ങിച്ചിറങ്ങി. നല്ല വെയിലായിരുന്നു. അപ്പൊ വണ്ടിയൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റേഴ്സ് ഉണ്ട്, കുറച്ചും കൂടി പോകണം. ട്രാഫിക് ഉള്ള റോഡാണ് കേട്ടോ. റോഡും കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. അല്ല, ഗട്ടറൊന്നുമില്ല. അതെ, നമ്മുടെ സാധനം എല്ലാം സെറ്റാണ്. കേക്ക് അവിടെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ചെന്നാ മതി. അതെ, അപ്പൊ നമ്മള് ഏറെക്കുറെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലാണ് വീട് വരുന്നത്. അപ്പൊ നമ്മള് വീട് എത്താറായിട്ടോ. അപ്പൊ നമുക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിട്ട് വേണം പോവാൻ. അതെ, അപ്പൊ ഏകദേശം റൈറ്റ് സൈഡിലായിട്ടാണ്. ഇവിടെ എവിടെയോ ആണ് വീട്, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇവിടെ എവിടെയോ കാണുന്നു. അതെ, ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മളപ്പോ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയൊക്കെ എവിടെയെങ്കിലും അങ്ങോട്ട് കടക്കണം. മമ്മ കാണാണ്ട് ഉള്ളിൽ കയറാനുള്ള തത്രപ്പാടിലാണ്. സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാരണം അമ്മ വണ്ടിയുടെ സൗണ്ട് പോലും കേൾക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. ആള് കള്ളന്റെ പോലെ, പമ്മിയാണ് ഞങ്ങൾ കയറിയത്. ആ ഗേറ്റ് തുറക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് എവിടെയാണെങ്കിലും മനസ്സിലാവും. അതാണ് പിന്നെ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഭയങ്കര സെറ്റായിട്ട് പോയി. അയ്യോ, ആരും കണ്ടിണ്ടാവില്ല. കണ്ട പമ്മി അറിഞ്ഞു ഞങ്ങൾ വരുന്നത് കണ്ടു തോന്നുന്നു. ആ ഷോക്ക് കുറച്ച് കുറഞ്ഞു. ഞങ്ങളെ ഫസ്റ്റിന്റെ കണ്ടു അവിടെ നിന്ന്. പക്ഷെ ആള് ഞങ്ങളെ കണ്ടപ്പോ ഭയങ്കര സർപ്രൈസ് ആയിട്ടാ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. ആള് ആരും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, ഒറ്റയ്ക്ക്. അപ്പൊ എല്ലാവരും ജോലിക്കും സ്കൂളിലൊക്കെ പോയി. ബിസി ആയിരുന്നു, ഫോണിലായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ ഭയങ്കര സന്തോഷമായി. കുറെ കാലമായി ഞങ്ങൾ പോയിട്ട്, ഒരു
ലാസ്റ്റ് ക്രിസ്മസിനെ കണ്ട് പോയതാണ്. ഞങ്ങളിവിടെ കൊച്ചിയിലുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് ടൈം കിട്ടാറില്ല. കുറച്ചു നേരം ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പിന്നെ ആളുടെ സങ്കടം ഫുഡ് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു. പറയാണ്ട് വന്നതുകൊണ്ട് ഭയങ്കര സങ്കടമായി. ഒന്നും തരാനില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു. പിന്നെ ഞങ്ങള് കേക്കൊക്കെ എല്ലാരും കൂടി കട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയി. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ മതിയല്ലോ നമുക്ക്. പിന്നെ ചേട്ടനാണ് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. ഫുഡൊക്കെ എത്തിച്ചു തന്നത്. കാരണം അവിടെ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ചേട്ടനാണ്. ഒന്നും ഉണ്ടായില്ല പറഞ്ഞിട്ട് മമ്മ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് സെറ്റ് ആക്കിയതാണ്. അതെ, ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയാക്കി ഞങ്ങൾ ആ ഒരു ദിവസം. അതെ, ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. എന്തായാലും ആള് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹാപ്പിയായി. നമ്മളും ഹാപ്പിയായി. എല്ലാവരും മൊത്തത്തിൽ ഹാപ്പിയായി. പിന്നെ നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ അപ്പോ മമ്മ അതെ കേക്കൊക്കെ മുറിച്ച് പീസാക്കി എടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പ്. അപ്പൊ പിന്നെ നമുക്കിനി ഇവിടുത്തെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. അപ്പൊ അതും കാണാൻ ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നൈസാണ്. അപ്പൊ അലി ഓടി നടന്ന ചെടികൾ എന്താന്നൊക്കെ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അലി? ചെടികളൊക്കെ അവര് വെട്ടിക്കളഞ്ഞു. നല്ല രസമായിരുന്നു. ഇപ്പൊ ഇവിടെ അത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മല മറച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതൊന്നല്ല, ഇതിനപ്പുറമായിരുന്നു, മറ്റേതായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് പോവാൻ ഏതാണ്ട് സമയമായിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് കിട്ടും അല്ലെങ്കിൽ. അതെ, നമുക്ക് സ്കൂളിൽ ഇറങ്ങുന്ന ടൈം അതുപോലെ ഓഫീസ് ടൈം ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് നൈസായിട്ട് ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അവരവിടെ നിക്കാൻ പറഞ്ഞാണ്. പക്ഷെ നമുക്ക് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മള് ഇറങ്ങി. കീയൊക്കെ കൈ പിടിച്ച് പോകുന്നോണ്ട് നമ്മുടെ വീട്ടില് സെറ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് മെല്ലെ. മമ്മയുടെ അടുത്ത് ബൈയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇതേ പോന്നു. അപ്പൊ ഈ പോണ വഴിക്കാണ് വല്ലാർപാടം. അപ്പൊ നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോണം. ഇതുവരെ ഞങ്ങളെ വെറുപ്പിക്കല് കേട്ടിരുന്നതിന് താങ്ക്സ്. താങ്ക് ഫോർ വാച്ചിങ്.